ഫാമിലി കോർട്ട് ആക്ടിൽ പറയുന്നത് അപ്പീൽ സമയം 30 ദിവസമാണ്. കേരളത്തിൽ ഫാമിലി കോർട്ട് ആക്ടുകൾ പ്രകാരം ഫാമിലി കോർട്ട്സ് നിലവിൽ വന്നിട്ടുണ്ട്. എല്ലാ മേഖലക്കും എല്ലാ പ്രദേശത്തും ഫാമിലി കോർട്ട് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദർ റിലീജിയൻ, ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ചുള്ള ഡിവോഴ്സ് ആണെങ്കിലും സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ളതാണെങ്കിലും എന്താണെങ്കിലും 30 ദിവസമാണ് അപ്പീൽ പീരീഡ്. ഇത് സെക്ഷൻ 19 ഫാമിലി കോർട്ട്സ് ആക്ടിന്റെ സെക്ഷൻ 19 പറയുന്നത്. അതേസമയം ഹിന്ദു മാരേജ് ആക്ടിന്റെ സെക്ഷൻ 28 പിന്നെ അപ്പീൽ പീരീഡ് ആയിട്ട് 90 ദിവസം പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഫാമിലി കോർട്ട്സ് ആക്ട് പ്രകാരം ഫാമിലി കോർട്ട് നിലവിൽ വന്നത് കൊണ്ട് തന്നെ പിന്നെ സ്പെഷ്യലായിട്ട് അതിന് നിയമം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിൻ്റെതായാലും ഹിന്ദുസിൻ്റെ ആയാലും എല്ലാ വിഭാഗത്തിനും 30 ദിവസം എന്നതാണ് കണക്കാക്കുക. കാരണം അതിന് സ്പെഷ്യൽ നിയമം വന്നതുകൊണ്ട്. എന്നാൽ ഹിന്ദു മാരേജ് ആക്ടിൽ സെക്ഷൻ 28 90 ദിവസമാണ് അപ്പീൽ പീരീഡ് ആയിട്ട് പറയുന്നത്. ഇത് 2003 അമെൻഡ് ചെയ്ത് വന്നതാണ്. ഇപ്പോൾ സപ്പോസ് ഒരു സ്റ്റേറ്റിൽ ഫാമിലി കോടതികൾ നിലവിൽ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഫാമിലി കോർട്ട് ആക്ട് വരുന്നത് 1986 ആ 86 കാലഘട്ടം വരെ സിവിൽ കേസുകളായിട്ടാണ് ഇത് ഫയൽ ചെയ്തിരുന്നത്. അങ്ങനെ ഏതെങ്കിലും സ്റ്റേറ്റിൽ, ഇന്ത്യയിൽ ചില ഭാഗങ്ങളിലോ ചില സ്റ്റേറ്റുകളിലോ ഫാമിലി കോടതികൾ നിലവിൽ വന്നിട്ടില്ലെങ്കിൽ അവിടെ ഹിന്ദു വിഭാഗത്തിന്റെ ഡിവോഴ്സ് പെറ്റീഷൻ ആണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് ആണ് ആപ്ലിക്കബിൾ ആവുക. അപ്പോൾ അവിടെ 90 ദിവസം ലിമിറ്റേഷൻ കിട്ടും, അപ്പീൽ പീരീഡ് കിട്ടും. ഇനി ക്രിസ്ത്യൻ വിഭാഗത്തിന് ഡിവോഴ്സ് ആക്ട് ആണ് ആപ്ലിക്കബിൾ ആവുന്നത്. അതേപോലെ രണ്ട് മത ആചാരപ്രകാരമല്ലാതെ രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ടവരോ അല്ലെ ഒരേ മതവിഭാഗത്തിൽപ്പെട്ടവരോ മതാചാരപ്രകാരമില്ലാതെ വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞ് അതിൽ വരുന്ന ഒരു ഡിവോഴ്സ് വിധിക്ക് പിന്നെ അപ്പീൽ പീരീഡ് എത്രയാണെന്ന് സ്പെഷ്യൽ മാരേജ് ആക്ടിലോ ഇത് ഡിവോഴ്സ് ആക്ടിലോ പറഞ്ഞിട്ടില്ല. അതിൽ പറയുന്നത് അപ്പീൽ പീരീഡ് കഴിഞ്ഞിട്ട് റീമാരേജ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആക്ട് അനുസരിച്ചോ വരുന്ന ഒരു ഡിവോഴ്സിന് അപ്പീൽ പീരീഡ് സ്പെസിഫൈഡ് ആയിട്ട് പറയാത്തോടത്തോളം കാലം സിവിൽ നിയമങ്ങൾ, ജനറൽ സിവിൽ നിയമങ്ങൾ, CPC ലിമിറ്റേഷൻ ആക്ടും ഒക്കെയാണ് അവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ലിമിറ്റേഷൻ ആക്ടിൽ പറയുന്നത് ഒരു സിവിൽ ഡിഗ്രി എൻ്റെ മുകളിലുള്ള അപ്പീലിന് 30 ദിവസമാണ് അപ്പീൽ കാലാവധിയായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 30 ദിവസമാണ് അപ്പീൽ കാലാവധി അങ്ങനെ വരിക. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലാണ് വിചാരിക്കുക, അവിടെ കുടുംബ കോടതികളും സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഹിന്ദു ഡിവോഴ്സിന് ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ചുള്ള 90 ദിവസം അപ്പീൽ പീരീഡ് കിട്ടും. പിന്നെ ക്രിസ്ത്യനോ അല്ലെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള ഇതാണെങ്കിൽ അവർക്ക് 30 ദിവസം അപ്പീൽ പീരീഡ് ലിമിറ്റേഷൻ ആക്ടിൽ മൊത്തത്തിൽ എല്ലാ സിവിൽ അപ്പീലുകൾക്കും വരുന്ന 30 ദിവസം കിട്ടും. കേരളത്തിൽ ഫാമിലി കോടതികൾ ഉള്ളത് കൊണ്ട് എല്ലാ വിഭാഗത്തിനും ഏത് മതവിഭാഗത്തിൻ്റെതായാലും അതിനെല്ലാം പ്രിവെയിൽ ചെയ്തുകൊണ്ട് ഫാമിലി കോർട്ട് ആക്ട് മൊത്തത്തിലുള്ളത് കൊണ്ട് 30 ദിവസം കിട്ടും. ഇതാണ് അതിൻ്റെ രൂപം.